കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം. കർഷകർ അനുഭവിക്കുന്ന വിവേചനങ്ങളും കഷ്ടതകളും മനസ്സിലാക്കി അനുകൂല തീരുമാനങ്ങൾക്ക് വഴിയൊരുക്കാൻ സർക്കാർ തയ്യാറാകണം. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ തലത്തിൽ പ്രായോഗിക നടപടികൾ വൈകുന്നത് ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തീർത്തും നിരാശാജനകമാണെന്നും അൽമായ ഫോറം പ്രസ്താവിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ കത്തോലിക്ക സഭ നൽകി വരുന്ന സേവനങ്ങൾക്ക് നന്ദി അർപ്പിച്ച മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു. ഇറ്റാനഗർ ബിഷപ്പ് ബെന്നി വർഗീസ് ഇടത്തട്ടേൽ, മിയാവോയിലെ ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ, അരുണാചൽ പ്രദേശ് കത്തോലിക്ക അസോസിയേഷൻ പ്രസിഡന്റ് തൗ ടെബിൻജി എന്നിവർ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം. സംസ്ഥാനത്ത് സമാധാനം, വിദ്യാഭ്യാസം, സാമൂഹികക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സഭാ നേതൃത്വം നടത്തുന്ന അശ്രാന്ത പരിശ്രമം പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചു. അഴിമതി, മയക്കുമരുന്ന് ഉപയോഗം, ധനസംസ്കാരം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സമൂഹത്തിലേക്ക് വ്യക്തമായ അവബോധം വളർത്തുന്നതിനുള്ള കത്തോലിക്ക സമൂഹത്തിന്റെ സമർപ്പണത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം നവമാധ്യമത്തിൽ കുറിച്ചു. ഷോപ്പിംഗ് മാളിൽ ആത്മീയതയുടെ വസന്തം വിരിക്കുന്ന നിത്യാരാധന ചാപ്പൽ ശ്രദ്ധേയമാകുന്നു. ബ്രസീലിലെ പരൈബയിലെ ജോവോ പെസോവയിലെ മംഗബീര മാളിലാണ് മദർ ഓഫ് ലവ് ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ഷോപ്പിങ്ങിന് മാത്രമല്ല, ദൈവത്തോടൊപ്പം അല്പസമയം ചെലവിടാനും ആളുകൾ ഈ മംഗബീര മാളിൽ എത്തുന്നു. ഷോപ്പിംഗ് സെന്ററിന്റെ താഴത്തെ നിലയിൽ കത്തോലിക്ക മതപരമായ ലേഖനങ്ങൾ വിൽക്കുന്ന മാഡ്രെ ഡെൽ അമോർ സ്റ്റോറിനുള്ളിലാണ് ഈ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. യേശുവിനോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് 2014 സ്റ്റോറിൻ്റെ ഉടമയായ കാർലോസ് എഡ്വാർഡോസ വരാസ ഡി മെലോ ഈ ചാപ്പൽ നിർമ്മിച്ചത്. കാർലോസിന് തൻ്റെ കട ഒരു വരുമാനമാർഗം മാത്രമല്ല, ഒരു മിഷൻ കൂടെയാണ്. ഇന്ന് ഷോപ്പിംഗ് മാളിൽ അനേകരെ ആകർഷിക്കുന്ന ഇടമായി മദർ ഓഫ് ലവ് ചാപ്പൽ മാറിയിരിക്കുകയാണ്. ഷോപ്പിംഗ് വേളകൾക്കിടയിലും ദൈവത്തോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന അനേകരാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. തീവ്ര ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ 6 വർഷം കൊണ്ട് ക്രൈസ്തവ ജനസംഖ്യയിൽ വർധനവ്. പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. 7 ലക്ഷം ക്രൈസ്തവരുടെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 പാകിസ്ഥാനിലെ ജനസംഖ്യ 24.04 കോടിയാണെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഈറ്റില്ലമാണ് പാകിസ്ഥാൻ. അവകാശം നിഷേധിച്ചും വ്യാജ മതനിന്ദ കേസുകൾ ആരോപിച്ചും ക്രൈസ്തവരെ വേട്ടയാടുന്നത് രാജ്യത്ത് പതിവ് സംഭവമാണ്. കൊടിയ ക്രൈസ്തവ വിരുദ്ധ പീഡനം നടക്കുന്ന രാജ്യമെന്ന നിലയിൽ ക്രൈസ്തവ ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ് ന്യൂനപക്ഷ സമൂഹത്തിന് പ്രതീക്ഷ പകരുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ മന്ത്രി സ്ഥാനത്തേക്ക് ക്രൈസ്തവ വിശ്വാസിയായ ഖലീൽ താഹിർ സിന്ധു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജൂലൈ 19 പാരീസിലെ ദേവാലയത്തിൽ ഫ്രാൻസിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ചെലസ്റ്റീനോ മില്ലറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. നിരവധി മെത്രാന്മാരും വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. ഒളിമ്പിക്സ് മത്സരങ്ങളുടെ സംഘാടക സമിതി അംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. തദവസരത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശവും വായിച്ചു. സന്ദേശത്തിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന് പകരാൻ ഉതകുമാറാകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. മത്സരത്തിൽ പങ്കെടുക്കാനായി വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് വേണ്ടി ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കായി ഹൃദയവാതിലുകളും തുറന്നു കൊടുക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു.